എന്റെ ദൈവമേ, ദേവരും നടത്ത പുലിവാലി. 90 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വന്തം ആസ്ഥാനത്ത് അവർ ഭാരതീയമായിട്ടുള്ള ഒരു ആത്മാഭിമാനത്തിനെ വീണ്ടെടുത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. 9 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ ഭയമില്ലാതെ വന്ദേ മാതരം പരിപൂർണമായിട്ട് AICC ആസ്ഥാനത്ത് പാടാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുകയാണ്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ താങ്കൾ പറയുന്നത് ബോധപൂർവം തന്നെയാണ് എന്നാണ് അല്ലേ? അത് അങ്ങനെയാണെങ്കിൽ അവിടെ നേതാക്കൾ അവിടെ നാടകം കളിക്കുകയായിരുന്നു. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. മഞ്ജുഷ, ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന വാർത്തകൾ, വിവാദങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ പോലും എത്ര തവണ നമ്മൾ ഈ പറയുന്ന രാത്രി ചർച്ചകളിൽ എടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് അവർ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്കൊന്നും അല്ലല്ലോ വന്ദേ മാതരം പാടാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുന്നത്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. സേവാദളിന്റെ പ്രവർത്തകരാണ് വരികയും പാടുകയും ചെയ്യുന്നത്. അപ്പോൾ ആ സേവാദളിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും തോന്നില്ല, അവർക്കും ഉണ്ടാകില്ല ഒരു ആത്മാഭിമാനം, അവർക്കും തോന്നില്ല ഞങ്ങൾക്കും ഒരു തവണ ഇതിവിടെ പാടണമെന്നുള്ളതിനെ കുറിച്ചിട്ട്. സ്വാഭാവികമായിട്ടും അവർ പാടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളോ കോൺഗ്രസ് എന്നോ ആ രാഷ്ട്രീയ പാർട്ടിയെ ഏതോ ഒരു കുടുംബത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് കാലം കുറെ ആയിന്നേ. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അത് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ട്? 4 സംസ്ഥാനങ്ങളിലാണ് ഭരണത്തിലിരിക്കുന്നത്. അതിനകത്ത് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് മാത്രം ഇവിടെ മാത്രം പാടിയിട്ടില്ല. കർണാടകയിൽ പാടിയില്ലേ, ഹിമാചൽ പ്രദേശിൽ പാടിയില്ലേ, തെലങ്കാനയിൽ പാടിയില്ലേ, ഇവിടെ എല്ലാം പാടുന്ന സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഇന്നും ദേശീയതയുടെ DNA ഉണ്ടെന്ന്. പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. അതുകൊണ്ട് അവർക്ക് പാടണമെന്ന് തോന്നി അവർ പാടി. കേരളത്തിലേക്ക് വരുമ്പോൾ അവര് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അതുകൊണ്ട് അവർക്ക് ഇവിടെ പാടാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല. അത് ഇതേ പാറ്റേൺ തന്നെയാണ് അവിടെയും പിന്തുടർന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സേവാദളിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സധൈര്യം പാടി. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഏതെങ്കിലും ഇറ്റാലിക്കാരുടെ നമ്മളെയാണല്ലോ മച്ചമ്പി എന്താണ് തിട്ടൂരത്തിന് വഴങ്ങി പാടാതിരിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. നോക്കൂ, അവിടെ സോണിയാഗാന്ധി എത്ര വലിയ റിബല്യൻ ഉണ്ടാക്കാൻ നോക്കി. അവർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, നിർത്താൻ പറയുന്നു. പിന്നെ കോത്തിൽ തീട്ടാറ് അല്ലേ, അവര് പലതും ശ്രമിക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് അവരെ നിർത്തിയോ? അവര് നിർത്തിയില്ല. അവര് സധൈര്യം പാടി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഞാൻ ഈ ഘട്ടത്തില് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കാരണം 9 പതിറ്റാണ്ടിന് ശേഷം നിങ്ങൾ പാടാൻ തയ്യാറായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലൊരു സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെ ജവാദ് പറഞ്ഞ കാര്യം BJPയുടെ അജണ്ടയിൽ കോൺഗ്രസ് കൊത്തി എന്നുള്ളതാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.